10,000 പേരെ കൊന്നു. അന്ന് ഇവറ്റകൾ എവിടെയായിരുന്നു? ലോക ഭരണകൂട ഭീകരതയിൽ ഇടം പിടിച്ച ഒന്നായിരുന്നു ചൈനയിലെ ടിയാനൻമെൻ സ്ക്വയറിലെ കൂട്ടക്കൊലപാതകം. 1989 ഏപ്രിൽ 15 അവിടുത്തെ കലാലയ വിദ്യാർത്ഥികൾ ബീജിംഗിലെ ടിയാനൻമെൻ സ്ക്വയറിൽ ഒത്തുകൂടുന്നു. ഏതാണ്ട് 10,000-ഓളം വരുന്ന വിദ്യാർത്ഥികളാണ് അവിടെ ഒത്തുകൂടിയത്. ജൂൺ മാസം 4 അതായത് ഏപ്രിൽ 15 അവിടെ സമരം തുടങ്ങുന്നു. ജൂൺ മാസം 4 ആ വിദ്യാർത്ഥികൾക്ക് നേരെ യുദ്ധ ടാങ്ക് വരുന്നു. പട്ടാളക്കാരുടെ യുദ്ധ ടാങ്ക് വരുന്നു. അവരെ 10-15 മിനിറ്റുകൾക്കകം ആ ടാങ്ക് വളഞ്ഞു വെച്ച് ആ 10,000 പേരെയും കൊറ്റയടിക്ക് കൊന്നൊടുക്കുന്നു. എന്നിട്ട് ചൈനീസ് സർക്കാർ പറഞ്ഞത് ഇത് ആഭ്യന്തര കലാപമാണ്, ചൈനീസ് ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് എന്നാണ് ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ചൈനീസ് ഭരണകൂടം വിശേഷിപ്പിച്ചത്. ആ കുട്ടികൾ ആവശ്യപ്പെട്ടത് എന്താണ്? ചൈനയിൽ ജനാധിപത്യം വേണം എന്നായിരുന്നു അവരുടെ ആവശ്യം. അവർ ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സമരങ്ങളിൽ പങ്കെടുത്തില്ല. അവിടെ കൂടി സമാധാനപരമായി മുദ്രാവാക്യം വിളിക്കുക മാത്രമാണ് ചെയ്തത്. അവരെ പട്ടാളം വന്ന് 10-15 മിനിറ്റിനകം കൊന്നുകളഞ്ഞു. അന്ന് ചൈനീസ് സർക്കാർ പറഞ്ഞത് എത്രയാണ്? 101 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു, ഏതാണ്ട് 10-22 പേർ മരിച്ചു എന്നാണ് ചൈനീസ് സർക്കാർ അന്ന് ഔദ്യോഗികമായി പറഞ്ഞത്. എന്നാൽ കാലം മാറി, ആധുനിക സാങ്കേതിക വിദ്യകൾ വന്നു, ലോകത്ത് രഹസ്യങ്ങളില്ലാതായി. കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇപ്പോൾ 10,000 ആണെന്ന് അന്ന് തന്നെ പിന്നീട് സ്ഥിരീകരിച്ചിരുന്നു. അതായത് 10,000 പേരെ പട്ടാള ടാങ്ക് ഉപയോഗിച്ചുകൊണ്ട് ചൈനീസ് ഭരണകൂടം ജനാധിപത്യത്തിന് വേണ്ടി പോരാടിയ വിദ്യാർത്ഥികളെ കൂട്ടക്കൊല ചെയ്തു. ഇനി അവിടെയല്ല പ്രശ്നം വരുന്നത്. ഈ കൂട്ടക്കൊലയെ ഇന്ത്യയിലാകെ ന്യായീകരിച്ചത് CPIM ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ CPIM അന്ന് സ്റ്റഡി ക്ലാസ് കൊടുത്തിരുന്നു. ബ്രാഞ്ച് കമ്മിറ്റി മുതൽ സ്റ്റഡി ക്ലാസ് ഉണ്ടായിരുന്നു. ജില്ലാ കമ്മിറ്റി വരെ, സംസ്ഥാന കമ്മിറ്റികൾ അംഗങ്ങൾക്ക് വരെ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്ക് വരെ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് വരെ സ്റ്റഡി ക്ലാസ് നടത്തിയിരുന്നു. DYFIക്കാർക്ക് സ്റ്റഡി ക്ലാസ് നടത്തിയിരുന്നു. SFIക്കാർക്ക് സ്റ്റഡി ക്ലാസ് നടത്തിയിരുന്നു. ഈ സ്റ്റഡി ക്ലാസ്സിൽ എന്താണ് പറഞ്ഞത്? ചൈനീസ് ഭരണകൂടത്തെ അട്ടിമറിക്കാനായി പ്രതിവിപ്ലവകാരികൾ ടിയാനൻമെൻ സ്ക്വയറിൽ ഒത്തുകൂടുകയും ചൈനീസ് സർക്കാരിനെ അട്ടിമറിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് അവർ വർഗശത്രുക്കളാണ്. വർഗശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് എന്നായിരുന്നു SFIക്കാരെ മുതൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ വരെ പഠിച്ചതും. എന്നാൽ ഇന്ന് അതേ സഖാക്കൾ ഡൽഹിയിൽ നിൽക്കുന്നു, വിദ്യാർത്ഥി സമരത്തെ ന്യായീകരിക്കുന്നു. ടിയാനൻമെൻ സ്ക്വയറിൽ ഒത്തുകൂടിയ വിദ്യാർത്ഥികളല്ല ജന്തർ മന്ദറിലുള്ളത്. അവർ ഏതാണ്ട് 55ഓളം നമ്മുടെ സൈനികരെ ആക്രമിച്ച് ആശുപത്രിയിലാക്കിയിരിക്കുന്നു. നമ്മുടെ പോലീസ് വാഹനങ്ങളെ തകർക്കുന്നു. ഏതാണ്ട് 10-28ഓളം വരുന്ന ഡൽഹി പോലീസിന്റെ വാഹനങ്ങളാണ് ഈ അക്രമിക്കൂട്ടങ്ങൾ തകർത്തത്. ഇവർക്ക് എന്താണ് ആവശ്യം? ഇവരുടെ ആവശ്യം എന്താണ്? ഓരോ തവണയും ഓരോ ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ആരാണ് ഈ അഭിജിത് ദീപ്കെ എന്നത് ഇന്നും അജ്ഞാതമായി തുടരുന്നു. അയാൾക്ക് വരുന്ന ഫണ്ട് എവിടെ നിന്നാണെന്ന് ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള നിരവധി സോഴ്സുകളിൽ നിന്നാണ് അഭിജിത് ദീപ്കയ്ക്ക് ഈ പാറ്റ സമരം നടത്താൻ വേണ്ടി ഫണ്ടുകൾ വരുന്നത്. അവിടെയാണ് MA ബേബി വരുന്നത്. ഏത്? പഴയ സ്റ്റഡി ക്ലാസ്സിൽ, ചൈനയ്ക്ക് എതിരായിട്ടുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ സ്റ്റഡി ക്ലാസ്സിൽ അവരെ കൊന്നത് 10,000 വിദ്യാർത്ഥികളെ ഒരു കാരണവും കൂടാതെ ടാങ്കർ ഉപയോഗിച്ച് കൊന്നതിനെ ന്യായീകരിച്ച MA ബേബി വന്നിട്ടാണ് ജന്തർ മന്ദറിൽ വന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് ഭരണകൂടത്തിന് എതിരായിട്ടുള്ള ജനാധിപത്യത്തിന്റെ പൂക്കളമാണ്, ജനാധിപത്യത്തിന്റെ വസന്തമാണ്, ജനാധിപത്യത്തിന്റെ സർഗോത്സവമാണ് എന്നൊക്കെ വന്ന് സാഹിത്യം പറയുന്ന ഈ MA ബേബി ഉണ്ടല്ലോ, ഈ MA ബേബിയാണ് DYFIക്കാരെ അടക്കം വന്ന് പഠിപ്പിച്ചത്. ചൈനയിൽ കൊന്നത് ശരിയായ നടപടിയാണ്. ഇവിടെ വിദ്യാർത്ഥികളെ ലാത്തി ചാർജ് ചെയ്യുമ്പോൾ അത് ഭരണകൂട ഭീകരതയായി മാറുന്നു. വിദ്യാർത്ഥികളെ തൊടാൻ പറ്റുന്നില്ല. അതേസമയം വിദ്യാർത്ഥികൾക്ക് നമ്മുടെ സൈന്യത്തെ ആക്രമിക്കാം. ഇവർ വിദ്യാർത്ഥികളാണ് എന്നത് എന്താണ് തെളിവ്? ഒരു മാസമായി ഒരു ചലനവും ഇല്ലാതിരുന്ന അഭിജിത് ദീപ്കയുടെ ഈ സമരം കോൺഗ്രസ് ഏറ്റെടുത്തോടുകൂടിയാണ് ഇത്രയും മാധ്യമ ശ്രദ്ധ വന്നത്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഏറ്റെടുക്കാൻ കാരണം? 20-ാം തീയതി പാർലമെന്റിന്റെ സമ്മേളനം കൂടുകയാണ്. അതിനു മുൻപായി പാർലമെന്റിനകത്ത് ഉന്നയിക്കാൻ കോൺഗ്രസിന് ഒരു വിഷയവുമില്ല. രാഹുൽ ഗാന്ധി എവിടെയോ കിടന്ന് ഒരു മാസത്തിന് ശേഷം
കെട്ടിയെടുത്തു വന്നതാണ്. അങ്ങേർക്ക് കയ്യിൽ യാതൊരു രാഷ്ട്രീയ ആയുധവുമില്ല. ഇടതുപക്ഷം ഇന്ത്യയിലാകെ തകർന്ന് തരിപ്പണമായി കിടക്കുന്നു. അവർക്ക് ഉന്നയിക്കാൻ ഒരു മുദ്രാവാക്യവുമില്ല. അങ്ങനെ മുദ്രാവാക്യമില്ലാതെ രാഷ്ട്രീയ പാപ്പരത്വം നേടുന്ന ഒരു വിഷയവും ലോക്സഭയിൽ ഉന്നയിക്കാൻ കഴിയാതെ നാണം കെട്ടിരിക്കുന്ന ഈ കോൺഗ്രസും CPIM അടക്കുന്ന ഇടതുപക്ഷവും കൂടി ചേർന്നാണ് അവിടെ ആസാദി ഈ സാദി കൂസാദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നത്. ഇവന്മാർ തന്നെയല്ലേ ഈ 10,000 കുഞ്ഞുങ്ങളെ 10,000 കുട്ടികളെ വെടിവെച്ച് കൊന്നപ്പോൾ ഇവിടെ വന്ന് സ്റ്റഡി ക്ലാസ് നടത്തിയത് ഈ MA ബേബി അല്ലേ? 1989 ജൂൺ 4-ാം തീയതി ആയിരുന്നല്ലോ ചൈനയിലെ വിദ്യാർത്ഥികളെ കൂട്ടക്കൊല ചെയ്തത്. ആ ദിവസം എങ്ങനെയാണ് അറിയപ്പെടുന്നത് ചരിത്രത്തിൽ? ദ ജൂൺ 4th ഇൻസിഡന്റ് എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ നിന്ന് ഒരു ഫോട്ടോയാണ് പുറത്തു വന്നത്. അതായത് ചാർലി കോൾ എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ പകർത്തിയ ഫോട്ടോ. അത് നമ്മുടെ നെഞ്ച് തകരുന്ന ഫോട്ടോയാണ്. നിരപരാധികളായ വിദ്യാർത്ഥികൾ നിലനിൽക്കുന്നു, ടാങ്കുകൾ വളയുന്നു. ആ ഫോട്ടോയ്ക്ക് ടാങ്ക് മാൻ എന്നാണ് പേര്. ആ ഫോട്ടോയ്ക്കാണ് 1990 വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി അവാർഡ് ലഭിച്ചത്. ആ ഫോട്ടോയിലൂടെയാണ് നമ്മൾ ഈ ക്രൂരത അറിയുന്നത്. ചൈനീസ് സർക്കാർ പറയുന്നത് പച്ചക്കള്ളമാണ്. 10,000-ത്തിലധികം കുട്ടികളെയാണ്, 10,000-ത്തിലധികം കൗമാരക്കാരെയാണ് അന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കൂട്ടക്കൊല ചെയ്തത്. അന്ന് അതിനെ ന്യായീകരിച്ചവന്മാർ ഇന്നിവിടെ കിടന്ന് പുളയ്ക്കുകയാണ്. MA ബേബി, A.A. റഹീം, ജോൺ ബ്രിട്ടാസ്, പിണറായി വിജയൻ, കണ്ട കടച്ചാണി എല്ലാം കൂടെ കിടന്ന് വന്ന് ഇവിടെ കിടന്ന് പുളയ്ക്കുകയാണ്. ഇത് അഭിജിത് ദീപ്കയുടെ സമരം എന്തോ വലിയ മഹാസംഭവമാണ്, ജനാധിപത്യത്തിന് വേണ്ടിയുള്ള സമരമാണ്. ഇതേ ജനാധിപത്യത്തിന് വേണ്ടിയല്ലേ സഖാവേ ചൈനയിൽ നിന്ന് പാവപ്പെട്ട ഈ കുഞ്ഞുങ്ങൾ കൗമാരക്കാർ ഒത്തുകൂടിയത്? അന്ന് ഇവരെ കൊന്നുകളഞ്ഞപ്പോൾ നിങ്ങൾ എന്തെല്ലാം തരത്തിലാണ് ന്യായീകരിച്ചത്? എത്രയോ SFIക്കാരെയാണ് നിങ്ങൾ പറഞ്ഞു പറ്റിച്ചത്, എത്രയോ DYFIക്കാരെയാണ് നിങ്ങൾ പറഞ്ഞു പറ്റിച്ചത്, എത്രയോ പാവപ്പെട്ട CPM സഖാക്കളെയാണ് പറഞ്ഞു പറ്റിച്ചത്. ചൈനയിൽ പ്രതിവിപ്ലവം വരുന്നു, ചൈനീസ് ഭരണകൂടത്തെ അട്ടിമറിക്കാനായി ഇതാ കൗമാരക്കാർ വരുന്നു, വിദ്യാർത്ഥികൾ വരുന്നു. ഇത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഗൂഢാലോചനയാണ്, CIA ആണ് ഇതിന് പണം മുടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്ര SFIക്കാരെയാണ് നിങ്ങൾ പറ്റിച്ചത്, എത്ര DYFIക്കാരെയാണ് നിങ്ങൾ പറ്റിച്ചത്, എത്ര CPMകാരെയാണ് നിങ്ങൾ പറഞ്ഞു പറ്റിച്ചത്. അതേ നിങ്ങളാണ് ജന്തർ മന്ദറിൽ കിടന്ന് മെഴുകുന്നത്. നാണമില്ലേ നിങ്ങൾക്ക്? എന്തെങ്കിലും ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഉളുപ്പ്? ടിയാനൻമെൻ സ്ക്വയറിലെ വിദ്യാർത്ഥികളെ കൂട്ടക്കൊല ചെയ്തപ്പോൾ അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പഠിപ്പിച്ച ഇവന്മാരാണ് അവിടെ കിടന്ന് പൊളയ്ക്കുന്നത്. എന്ത് അഭിജിത് DK എന്ന് പറയുന്ന എങ്ങാണ്ട് കിടന്ന് ഒരുത്തൻ വന്നിരിക്കുന്നു, ഏതോ ഒരു അജണ്ടയുമായി അയാൾ വന്നിരിക്കുന്നു. അയാളുടെ പിന്നിൽ എന്താണ്? അയാളുടെ പിന്നിലുള്ള ദേശവിരുദ്ധ ശക്തികൾ ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്നുണ്ട്. ഖാലിസ്ഥാൻ വിഘടനവാദി നേതാക്കളടക്കം അയാളെ പിന്തുണയ്ക്കുന്നു. അങ്ങനെയുള്ള ഒരു ദുരൂഹമായ വ്യക്തിത്വം ഉയർത്തുന്ന മുദ്രാവാക്യത്തെയും സമരത്തെയും ന്യായീകരിച്ചുകൊണ്ട് MA ബേബി തോൾ സഞ്ചിയുമായി അവിടെ നിൽക്കുന്നു. പിണറായി വിജയൻ വന്ന് ആഹ്വാനം ചെയ്യുന്നു, റഹീം ആഹ്വാനം ചെയ്യുന്നു, ബ്രിട്ടാസ് ആഹ്വാനം ചെയ്യുന്നു. നടത്തിക്കോ, ഇത് വിദ്യാർത്ഥികളുടെ ന്യൂ ജെന്നിന്റെ സമരമാണ്. എന്ത് സമരം? നിങ്ങൾ എന്തുകൊണ്ടാണ് ചൈനീസ് കൊലപാതകത്തെ ഇപ്പോഴും ന്യായീകരിക്കാത്തത്? അവിടെ അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവരെ കൊന്നത്? അതേ ജീവൻ തന്നെയല്ലേ ഇവിടെയും ഉള്ളത് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? ഇരട്ട നീതി പാടില്ല സഖാക്കളെ. അവിടെ കൊന്നൊടുക്കിയത് കൗമാരക്കാരെയാണെങ്കിൽ ഇവിടെയും നിരന്നു നിൽക്കുന്നത് കൗമാരക്കാരാണ്. പക്ഷേ വ്യത്യാസമൊന്നു മാത്രം, അവിടെ അവർ ഒറ്റ പോലീസുകാരനെ പോലും ഒരൊറ്റ സൈനികനെ പോലും കയ്യേറ്റം ചെയ്തില്ല. ഇവിടെ നിങ്ങൾ കാണൂ, നമ്മുടെ പൊതുമുതൽ നശിപ്പിക്കുന്നത്, നമ്മുടെ ജവാന്മാരെ CRPF ജവാന്മാരെ കയ്യേറ്റം ചെയ്യുന്നത്, പോലീസുകാർ ഓടിച്ചിട്ട് കല്ലെറിയുന്നത്, അവരുടെ വാഹനങ്ങൾ നശിപ്പിക്കുന്നത്, പൊതുമുതൽ നശിപ്പിക്കുന്നത്, ഇതൊക്കെ കണ്ടില്ല എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ആരെയാണ് പറ്റിക്കുന്നത്? ലോകം മാറി സഖാവേ, പഴയ ലോകമൊന്നുമല്ല, എല്ലാം എല്ലാവർക്കും അറിയുന്ന കാലമാണ്. അതുകൊണ്ടാണ് സഖാക്കളെ നിങ്ങളുടെ ഒരു കൊടി പോലും ഇവിടങ്ങളിലും ഇപ്പോൾ പൊതുസമൂഹത്തിൽ കാണാതിരിക്കുന്നത്. നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് കൊണ്ടാണ്. നിങ്ങളുടെ സഖാക്കൾ തന്നെ നിങ്ങളെ തിരിച്ചറിയുന്നു. അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിൽ ഇത്രയും നാളും വോട്ട് ചെയ്ത സഖാക്കളൊക്കെ എവിടെ പോയിരിക്കുന്നു? അവിടെ ബ്രാഞ്ച് കമ്മിറ്റി ഇല്ല, ലോക്കൽ കമ്മിറ്റി ഇല്ല, ജില്ലാ കമ്മിറ്റി ഇല്ല, ജില്ലാ സെക്രട്ടേറിയറ്റ് ഇല്ല, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളില്ല. എവിടെ പോയവന്മാരൊക്കെ? ഈ 34 വർഷം വോട്ട് ചെയ്ത സഖാക്കളൊക്കെ ഇന്ന് എവിടെയാണ്? ആരുമില്ല. അവിടെങ്ങും ത്രിപുരയിലുമില്ല ആരും. ഇവിടെ കേരളത്തിലും അത് തന്നെയാണ് വരുന്നത് സഖാക്കളെ. ഇവിടെങ്ങും ആരും നിങ്ങളെ പിന്തുണയ്ക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ കാര്യം ഏതാണ്ട് തീരുമാനമായി. അതുകൊണ്ടാണ് ഈ നാണം കെട്ട എവിടെയോ കിടന്ന ഒരു ചെറുക്കന്റെ പുറകിൽ നിങ്ങൾ ഇങ്ങനെ മണപ്പിച്ച് നടക്കുന്നത്. നാണമില്ല നിങ്ങൾക്ക്? പോയി ചാകുന്നതാണ് ഇതിനേക്കാൾ നല്ലത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.